ഹലോ ഫ്രണ്ട്സ്, ഊർജ്ജൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് മാനേജ്മെൻറ്റാണ്. സോ ഇപ്പം മാനേജ്മെൻറ്റിനകത്തുള്ള ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്. സോ ഇപ്പം കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മാനേജ്മെൻറ്റ് എന്നാൽ അതിൻ്റെ ഡെഫിനേഷൻ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, സിഗ്നിഫിക്കൻസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഡിഫറെൻറ്റ് റോൾസ്, ജോബ് റോൾസ് ഓഫ് മാനേജേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ വരുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. സോ ഇപ്പം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഡിഫറൻഷ്യേറ്റ് വേരിയസ് മാനേജറിയൽ പൊസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ ഉണ്ടായിരിക്കുമോ, ഡിഫറെൻറ്റ് മാനേജറിയൽ പൊസിഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. The number of levels in management increases when the size of business and workforce increases and vice versa. So എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലുള്ള വേരിയസ് മാനേജറൽ പൊസിഷൻ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷനിലെ നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, when the സൈസ് ഓഫ് ദി ബിസിനസ് ആൻഡ് ദി വർക്ക് ഫോഴ്സ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ എത്രത്തോളം വർക്ക് ഫോഴ്സ് ഉണ്ടോ അതുപോലെ തന്നെ എത്ര വലിയ ബിസിനസ് ആണോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇത് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ബിസിനസ് അതേപോലെ തന്നെ വർക്ക് ഫോഴ്സും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും ലെവൽസ് ഓഫ് മാനേജേഴ്സും എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാനേജർ ലെവൽസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, the level of management determine the amount of authority and status enjoyed by any managerial position. സോ ഇപ്പോൾ എന്താണ് ഒരു ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എമൗണ്ട് ഓഫ് അതോറിറ്റി ആൻഡ് സ്റ്റാറ്റസ് എൻജോയ്ഡ് ബൈ എ മാനേജറിയൽ പൊസിഷൻ. അപ്പോൾ ഒരു മാനേജറിയൽ പൊസിഷൻ, ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഏത് സെർട്ടൻ പൊസിഷനിലുള്ള ഒരു മാനേജർ ഉള്ള എന്താണ് ഇപ്പോൾ അതോറിറ്റി അതേപോലെ തന്നെ സ്റ്റാറ്റസ്, ഇതിനെയാണ് നമുക്കത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ബ്രോഡ്ലി സ്പീക്കിംഗ് ആൻ ഓർഗനൈസേഷൻ ഹാസ് ടു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്, നെയിംലി ഫങ്ഷണൽ ആൻഡ് ഓപ്പറേറ്റീവ്. സോ ഇപ്പോൾ എന്താണ് നമുക്ക് ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് തരം എന്താണ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഒന്ന് ഫങ്ഷണൽ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഓപ്പറേറ്റീവ്. So the functional level is concerned with operation processes determining primary objectives, formulating basic policies, making vital decision and controlling coordinating activities of the personnel. So ഇപ്പോൾ ഫങ്ഷണൽ ലെവൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജ്മെൻറ്റ്, അതായത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ് രണ്ട് ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഒന്ന് ഫങ്ഷണൽ ലെവലും എന്താണ് ഓപ്പറേഷണൽ ലെവലുമാണ്. സോ ഇപ്പോൾ ഫങ്ഷണൽ ലെവൽ എന്ന് നോക്കാം. ഇപ്പോൾ എന്താണ് അതിനകത്ത് വരുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡിറ്റർമൈൻ ദി പ്രൈമറി ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്താണ് ഒരു ഗോൾ ഉണ്ടാവും, ദെൻ അത് അച്ചീവ് ചെയ്യാൻ എന്താണ് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്ത് ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോ ഇപ്പോൾ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക, അതേപോലെ തന്നെ ഫോർമുലേറ്റ് ബേസിക് പോളിസീസ്. അപ്പോൾ എന്താണ് ഒരു കമ്പനി ആകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് പോളിസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ പോളിസീസിനെ ഫോർമുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മേക്കിംഗ് വൈറ്റൽ ഡിസിഷൻ ആൻഡ് കൺട്രോളിങ് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി പേഴ്സണൽ. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് വർക്ക് വിത്ത് ആൻഡ് ത്രൂ ദി പീപ്പിൾ. ഓക്കെ, ദെൻ വർക്ക് ഡൺ ബൈ ദ പീപ്പിൾ. സോ ഇപ്പോൾ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ തന്നെ ഈ ഒരു പീപ്പിൾ ആകുമ്പോൾ എന്ത് ചെയ്യണം, അവരെ കൺട്രോൾ ചെയ്യണം, അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ആക്ടിവിറ്റീസിൻ്റെ കൺട്രോളും കോർഡിനേഷനും, അതേപോലെ തന്നെ എന്താണ് ഡിസിഷൻ മേക്കിംഗ്, ദെൻ പ്രൈമറി ഒബ്ജക്റ്റ് ഡിറ്റർമൈൻ ദി പ്രൈമറി ഒബ്ജക്റ്റീവ്, ദെൻ ഫോർമുലേറ്റിംഗ് ബേസിക് പോളിസീസ്. അപ്പോൾ ഇത്രയും എന്ത് ഫങ്ഷണൽ മാനേജറുടെ റോൾസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ, ഡിസിഷൻസ് ആൻഡ് പെർസ്യൂട്ട് ഓഫ് ബേസിക് പോളിസീസ് ഫോർ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് മാനേജറിയൽ ലെവലിൽ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തൊക്കെ നോക്കാം. സോ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ, അപ്പോൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡിസിഷൻ, ദെൻ പെർസ്യൂട്ട് ഓഫ് ബേസിക് പോളിസീസ് ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് എന്ത് ഓപ്പറേഷണൽ ലെവൽ. അപ്പോൾ മറ്റുള്ളത് എന്താണ് ഒരു പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ തന്നെ എന്താണ് കൺട്രോളിങ് കോർഡിനേറ്റിംഗ് ഒക്കെയാണ് ഇതിൽ ഫങ്ഷണൽ മാനേജറിൽ വരുന്നത്.
ഫങ്ഷണൽ ലെവലിൽ വരുന്നത്. ദെൻ ഓപ്പറേഷണൽ ലെവലിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാൻ അതുപോലെ തന്നെ ഡിസിഷൻ അല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷനാണ് വരുന്നത്. അവിടെ ഡിസിഷൻ മേക്കിംഗ് പ്ലാനിങ് ഒക്കെയാണ് വരുന്നുള്ളൂ. ഇവിടെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റേഷനാണ് എന്ത് ഓപ്പറേഷൻ ലെവലിൽ വരുന്നത്. ജനറലി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് മാനേജറിയൽ പൊസിഷൻ ഇൻ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിഫർ ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അതർ ഡിപ്പെൻഡിങ് ഓൺ സൈസ് ഓഫ് ബിസിനസ്, activity, philosophy of management, span of control and other related factors. But in a joint stock company, for conducting its business efficiently, managerial personnel may be placed 3 level, that is top, middle and lower level. അപ്പോൾ എന്താണ്, അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ എന്താണ് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനകത്ത് എന്താവും, ഒരുപാട് മാനേജറിയൽ പൊസിഷൻസ് ഉണ്ടാവും. അതിനകത്ത് തന്നെ എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിലുള്ള മാനേജറിയൽ പൊസിഷൻ ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദി ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിന് എത്രത്തോളം സൈസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി, ദെൻ സൈസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, ദെൻ ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ്, എന്താണ് ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫിലോസഫി, ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് അതർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിലുള്ള മാനേജറിയൽ പൊസിഷൻസ് അതേപോലെ തന്നെ ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ ഡിഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ടിങ് ഇറ്റ്സ് ബിസിനസ് എഫിഷ്യൻ്റ്ലി മാനേജറിയൽ പേഴ്സണൽ മേ ബി പ്ലേസ്ഡ് ഇൻ 3 ലെവൽസ്. അപ്പോൾ എന്താണ് അവിടെ എഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യാൻ ഈ ഒരു ബിസിനസ് കണ്ടക്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജറിയൽ പേഴ്സണൽസിനെ 3 ലെവലിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി. അപ്പോൾ അതിനകത്ത് 3 ലെവലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാനേജറിയൽ പേഴ്സണൽസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ലെവലിൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവലായിട്ട്. സോ ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, എവരി ഷെയർ ഹോൾഡർ ആർ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി, ദസ് ദേ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് ഡയറക്ടേഴ്സ്, ഫോം എ ബോർഡ് നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. Top level management is the highest level in managerial hierarchy and ultimate source of authority in the organization. സോ ഇപ്പോൾ എന്താണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആർ ദി റിയൽ ഓണേഴ്സ്. അപ്പോൾ എന്താണ് ഒരു കമ്പനിയുടെ ഓണേഴ്സ്, റിയൽ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവരവരിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചിട്ട് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോം ചെയ്യും. ദെൻ അപ്പോൾ അവരുടെ ഈ ഒരു ഓണേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ടേഴ്സിനെ അവർ ഇലക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഇൻ എ മാനേജറിയൽ ഹൈറാർക്കി ആൻഡ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അതോറിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഹയസ്റ്റ് മാനേജറിയൽ ഹൈറാർക്കിയിലുള്ള ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അതോറിറ്റി ആരിലായിരിക്കും, ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതിലായിരിക്കും ഉണ്ടാകുന്നത്. ദ ടോപ്പ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, ജനറൽ മാനേജേഴ്സ്. അപ്പോൾ ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഓണേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ജനറൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ്സ്, അപ്പോൾ അതുപോലെ തന്നെ GM, ദെൻ മാനേജിംഗ് ഡയറക്ടർ, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എന്ത് ടോപ്പ് ലെവൽ മാനേജർ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഓർഗനൈസേഷൻ വൈഡ് ഡിസിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻസ് ആൻഡ് ഗോൾസ് ദാറ്റ് എഫക്ട് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ദേ ആർ ഓൾസോ കോൾഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ്റെ വൈഡ് ഡിസിഷൻ എടുക്കുന്നത്, അതുപോലെ തന്നെ പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ഈ ഒരു എൻറ്റയർ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആരൊക്കെ ആയിരിക്കും, ഈ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരായിരിക്കും. ദെൻ ഇവരുടെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു
ഷെയർ ഹോൾഡർ കമ്പനിയുടെ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് 3 ലെവലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മാനേജറിയൽ പേഴ്സണൽസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവലാണ് എന്ത്, ടോപ്പ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഓണേഴ്സ്, അവരുടെ ഓണേഴ്സായിട്ട് വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും അവരുടെ ഡയറക്ടേഴ്സ്. ദെൻ അവരൊരു ബോർഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ പേരാണെന്ത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ ഈ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ പ്ലാൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ വൈഡ് ഡിസിഷൻ മേക്കിംഗ്, ദെൻ ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതൊക്കെ ആയിരിക്കും അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെ ആയിരിക്കും, ജനറൽ മാനേജേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ്, ഇത്ര ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇവരെ വിളിക്കുന്നവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ്. ദെൻ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മാനേജറൽ ഹയറാർക്കിയിൽ ടോപ്പിൽ വരുന്നതായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ആരുടെ കയ്യിലായിരിക്കും, ഈ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നവരായിരിക്കും ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദെൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ് ആസ് എ ഹോൾ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ് ഫോർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. സോ അപ്പോൾ എന്താണ്, ഒരു ബിസിനസ്, ഇനി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റീവ് അതിനെ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവായിട്ട് ട്രാൻസ്ലേറ്റ് ഉണ്ടായിരിക്കും. ദെൻ മിഡിൽ ലെവൽ കൺസിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, ബ്രാഞ്ച് മാനേജർ. അപ്പോൾ ബ്രാഞ്ച് മാനേജർ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഒക്കെ ആയിരിക്കും എന്ത് ഉണ്ടാവും, ഈ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. ഓക്കെ, then the function of middle level management is to put the plan of the top management into action. The middle level manager are particularly concerned with the day-to-day activities of their respective departments. They need more technical skills and human related skills compared to the top management. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞെന്താണ്, അവരൊരു ബിസിനസ് പ്ലാൻ, അതിൽ പ്ലാൻസ് ഉണ്ടാക്കലാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഫങ്ഷനിങ് എന്ന് പറയുന്നത്. എക്സിക്യൂഷനൊക്കെ ആരാണ്, ഈ ഒരു മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. അപ്പോൾ അവരെന്തായിരിക്കും, അവർക്ക് ദേ ഷുഡ് ബി ഹൈലി സ്കിൽഡ്, ദെൻ ഓൾസോ ഹ്യൂമൻ റിലേറ്റഡ് സ്കിൽസും കൂടി ഇവർക്കുണ്ടായിരിക്കും. സോ അപ്പോൾ എന്താണ്, കൺട്രോളിങ്, അതുപോലെ തന്നെ വർക്കിംഗ് ഒക്കെ വരുന്നതായിരിക്കും ഈ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻസൊക്കെ എന്ത് ചെയ്യുക, പുട്ട് ഇൻ ടു ആക്ഷൻ ആരായിരിക്കും, ഇവരായിരിക്കും ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് വരുന്നത് ബ്രാഞ്ച് മാനേജർ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആയിരിക്കും. then അടുത്തതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് കൺസേൺഡ് മെയിൻലി വിത്ത് പേഴ്സണൽ ഓവർസൈറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓപ്പറേറ്റീവ് എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ എന്താണ്, സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ആയിരിക്കും അവർ ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സ് വരുന്നത്. ദെൻ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എംപ്ലോയീസിനെ കൊണ്ട് ഡയറക്റ്റ് ഓപ്പറേഷൻസിൽ ചെയ്യിക്കുക, അതാണ് എന്ത് ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും എന്ത് ഒരു സൂപ്പർവൈസേഴ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ദെൻ സൂപ്പർവൈസറി ലെവൽ കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസേഴ്സ്, സൂപ്പറിൻറ്റൻഡൻസ്, ഇൻസ്പെക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു സൂപ്പർവൈസേഴ്സ്, സൂപ്പറിൻറ്റൻഡൻസ് അതുപോലെ തന്നെ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും എന്ത് ഈ ഒരു ലോവർ ലെവലിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ വെൻ ദ വർക്ക് ഈസ് അസൈൻഡ് ടു വർക്കർ, ദീസ് പീപ്പിൾ see that the work is carried out properly and at the right time, so their function are supervisory in nature. These people should have technical skills more than human side or conceptual skills. Supervision, inspection and giving instruction to the workmen are their duties. അപ്പോൾ എന്താണ്, ഇവരുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വർക്കർക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്കിന് എന്ത് ചെയ്യുക, അവർ കറക്റ്റ് ടൈമിൽ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടും ചെയ്ത് തീർക്കുന്നുണ്ടോയെന്ന് നോക്കുന്നതാണ് അവരുടെ ഒരു സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു അവരുടെ ഒരു വർക്ക് എങ്ങനെ ആയിരിക്കും, സൂപ്പർവൈസറി ഇൻ നേച്ചർ ആയിരിക്കും. ദെൻ പീപ്പിൾ ഷുഡ് ഹാവ് ടെക്നിക്കൽസ്. അപ്പോൾ എന്താണ്, മറ്റേ ഹ്യൂമൻ റിലേറ്റഡ് സ്കിൽസിനേക്കാളും ഇവർക്ക് വേണ്ടത് എന്താണ്, ടെക്നിക്കൽ സ്കിൽസാണ്. ഓക്കെ, സോ അപ്പോൾ അവരെ ഈ ഒരു വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എങ്ങനെയായിരിക്കണം, ഹൈലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ആര്, ലോവർ ലെവൽ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സും സൂപ്പറിൻറ്റൻഡൻസും ഒക്കെ ആവേണ്ടത്. സോ ഇപ്പോൾ ഇവരുടെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ, ഇൻസ്പെക്ഷൻ, ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു ദ വർക്ക്മെൻ. അപ്പോൾ വർക്ക്മെന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, ദെൻ ഇൻസ്പെക്ട് ചെയ്തൊക്കെയാണ് എന്ത് ഈ ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരുടെ ജോലി.
These level of management, these three level of management taken together form the hierarchy of management. It indicates the rank and position of the managers in a hierarchy. സോ ഇപ്പോൾ ഈ ഒരു 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റും കൂടിയിട്ടാണ് എന്ത് മാനേജറിയൽ ഹയറാർക്കി തന്നെ. അപ്പോൾ ഇതിനകത്ത് എന്ത് ഉണ്ടായിരിക്കും, റാങ്കും മാനേജറിയൽ ഹയറാർക്കിയിൽ മാനേജേഴ്സിൻ്റെ പൊസിഷനും റാങ്കും ഒക്കെ എന്തിട്ടുണ്ടായിരിക്കും, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത കാറ്റഗറീസ് ഓഫ് മാനേജേഴ്സ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറി മാനേജേഴ്സ് ഉണ്ടെന്ന് നോക്കാം. എ മാനേജർ ഈസ് സമ്മൺ ഹു കോർഡിനേറ്റ് ആൻഡ് ഓവർസീ ദ വർക്ക് ഓഫ് അതർ പീപ്പിൾ സോ ദ ഓർഗനൈസേഷണൽ ഗോൾ can be accomplished irrespective of managerial level. Manager work in various area of an organization. സോ അപ്പോൾ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു മറ്റുള്ള വർക്കേഴ്സിൻ്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഓവർസീ ചെയ്യുക. ഇതാണ് എന്ത് മാനേജറുടെ ഒരു ഫങ്ഷൻ. അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇയാൾ ചെയ്യുന്ന ഈ ഒരു ഫങ്ഷൻസ് ആയിരിക്കും. സോ ഇപ്പോൾ ഈ റെസ്പെക്റ്റീവ് ഓഫ് ദി മാനേജറിയൽ ലെവൽ, മാനേജർ വർക്ക് ഇൻ വേരിയസ് ഏരിയ ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്തായിരിക്കും ഈ ഒരു മാനേജറിൽ, അതായത് ആ ഒരു ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞല്ലോ, അതല്ലാതെ തന്നെ എന്താണ് ഇവർക്ക് വേരിയസ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ നോക്കാം. സോ ഏരിയ ഓഫ് മാനേജ്മെൻറ്റ് യൂഷ്വലി ഇൻക്ലൂഡ് മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ, പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതാണെന്ത് അതർ ദാൻ ദി മാനേജറിയൽ അല്ലെങ്കിൽ ഇപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് മാനേജറിയൽ അതാണ് അതർ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതർ ഏരിയ വേർ ദി മാനേജേഴ്സ് ആർ ഫങ്ഷനിങ്. സോ അപ്പോൾ ഏതൊക്കെയാണ്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ദെൻ പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദി common way of differentiating between manager is classify them into two broad categories: financial managers and ഫങ്ഷണൽ മാനേജേഴ്സ് ആൻഡ് ജനറൽ മാനേജേഴ്സ്. നമ്മൾ നേരെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഫങ്ഷണൽ മാനേജേഴ്സും അതേപോലെ തന്നെ ഓപ്പറേഷൻ മാനേജേഴ്സും. അപ്പോൾ ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ബിസിനസ് പ്ലാൻ ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ എന്താണ് ഫങ്ഷണൽ മാനേജേഴ്സും ജനറൽ മാനേജേഴ്സും ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇനി ഫങ്ഷണൽ മാനേജറും ജനറൽ മാനേജേഴ്സും എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ അതിന് സബായിട്ട് കുറേ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഫങ്ഷണൽ മാനേജറാണ് നോക്കുന്നത്. ഫങ്ഷണൽ മാനേജർ എന്താണ്, ദിസ് ഗ്രൂപ്പ് ഓഫ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ഗിവൺ ഫങ്ഷണൽ ഏരിയ ഓഫ് ദി ഓർഗനൈസേഷൻ. സം ഓഫ് ദി മേജർ ഫങ്ഷണൽ ഏരിയാസ് ആർ. അപ്പോൾ ഫങ്ഷണൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫങ്ഷണൽ ഏരിയ ഉണ്ടാവും, അതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് ആണ് എന്ത് ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ദെൻ ഫിനാൻഷ്യൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, HR മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ദെൻ R&D. ഇത്രയാണ് 6 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ, പ്രൊഡക്ഷൻ, HR, ദെൻ ഓപ്പറേഷണൽ ആൻഡ് R&D. ഇത്രയാണ് വരുന്നത്. സോ മാർക്കറ്റിംഗ് മാനേജർ എന്താണെന്ന് നോക്കാം. സോ മാർക്കറ്റിംഗ് മാനേജേഴ്സ് വർക്ക് ഇൻ ഏരിയ റിലേറ്റഡ് ടു ദ മാർക്കറ്റിംഗ് functions such as identify the need of the customer, development of new product, promotion of the sales and distribution of the product or service of the organization. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ഈ ഒരു അപ്പോൾ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ കസ്റ്റമർ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, സെയിൽസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഏരിയയിലായിരിക്കും. സോ ഇനി അടുത്തത് ഫിനാൻഷ്യൽ മാനേജർ നോക്കാം. ഫിനാൻഷ്യൽ മാനേജർ ഡീൽ പ്രൈമറിലി വിത്ത് ദ ഓർഗനൈസേഷണൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് അക്കൗണ്ടിംഗ്, ക്യാഷ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജർ ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ, ബി ഇറ്റ് മാനുഫാക്ചറിങ് ഓർ സർവീസ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഡീൽ ചെയ്യലാണ് ഫിനാൻഷ്യൽ മാനേജറുടെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ടിവിറ്റി സച്ച് ആസ് ദെൻ അക്കൗണ്ടിങ്, ക്യാഷ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ക്യാഷ് മാനേജ്മെൻറ്റ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ആരുടെ ആക്ടിവിറ്റി തന്നെയാണ്, ഈ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ആക്ടിവിറ്റിയാണ്. ഫിനാൻഷ്യൽ മാനേജർ ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ, ബി
അതിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയാലും അതേപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രി, സർവീസ് ഓർഗനൈസേഷൻ ആയാലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ആയാലും എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്താണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് തന്നെയാണ്. ഓക്കെ, ദെൻ ദി പ്രൊഡക്ഷൻ മാനേജർ ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദി പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ദി manufacturing system of the organization. They are people usually with an engineering background who are in charge of production and maintenance of the equipment and machinery. So ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അവർ മെയിൻറ്റെയിനിങ് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ദി മാനുഫാക്ചറിങ് സിസ്റ്റം. അപ്പോൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ത് ചെയ്യുക, ലുക്ക് ആഫ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവരെന്താ എൻജിനീയറിങ് സ്കിൽസ് ഉള്ള ആളുകളായിരിക്കും എന്ത് ഈ ഒരു പ്രൊഡക്ഷൻ മാനേജേഴ്സ്. സോ ഇപ്പോൾ അവർ എന്തായിരിക്കും എക്യുപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ മെഷീനറീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ എന്തുണ്ടായിരിക്കും അവരുടെ ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആർ റെസ്പോൺസിബിൾ ഫോർ ഹയറിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ദേ ആർ ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിങ് എംപ്ലോയീസ്. അപ്പോൾ HR മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഒരു ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതായത് എംപ്ലോയീസിനെ പ്ലേസ് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, ദെൻ HR പ്ലാനിങ്, ഇതൊക്കെ ആയിരിക്കും എന്ത് ഈ ഒരു HR മാനേജേഴ്സിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ദേ ആർ റെസ്പോൺസിബിൾ ഹയറിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അപ്പോൾ ഹയർ ചെയ്യുക, അതേപോലെ തന്നെ എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് എന്ത് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ HR പ്ലാനിങ്, ദെൻ സെലക്ടിങ് എംപ്ലോയീസ്, ദെൻ റിക്രൂട്ടിങ്, ഇതൊക്കെയാണ് എന്ത് HR-ൻ്റെ ഫങ്ഷൻസ്. ദെൻ ഓപ്പറേഷണൽ മാനേജർ ഹാവ് ദി ബേസിക് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓർഗനൈസേഷണൽ സിസ്റ്റം ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഇൻപുട്ട് സച്ച് ആസ് മെറ്റീരിയൽ, ലാബ്, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇൻ ടു output, finished product or service. Operation manager deal with the problem of facilities, layout, production control and scheduling, inventory control and quality control. അപ്പോൾ ഓപ്പറേഷൻ മാനേജർ, അതായത് ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ത് ഓപ്പറേഷൻ മാനേജർ. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന് ഔട്ട്പുട്ട് ആക്കുന്ന ആ ഒരു പ്രോസസ്സ് അതെന്ത് ചെയ്യുക, അതാണ് അവരുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ്, ദെൻ അവരെന്ത് എന്തൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും, പ്രോബ്ലം ഓഫ് ഫെസിലിറ്റീസ്. അപ്പോൾ എന്താണ് ഒരു ഓർഗനൈസേഷനിലുള്ള ഫെസിലിറ്റീസ്, അതായത് ഇൻപുട്ട് നമ്മൾ എങ്ങനെ ഔട്ട്പുട്ടാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഫങ്ഷനിങ് എന്ത് ചെയ്യണം അവരുടെ കൺട്രോളിലായിരിക്കണം. സോ അപ്പോൾ ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ലേഔട്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ, ഷെഡ്യൂളിങ്, ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാവരുടെ കയ്യിലായിരിക്കും, ഈ ഒരു ഓപ്പറേഷണൽ മാനേജറുടെ കയ്യിലായിരിക്കും. ദെൻ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ. So R&D managers are coordinate the activities of scientists and engineers working on specific project in an organization. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ബേസിക് ഒരു പ്ലാൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ ഡ്രോയിങ് യൂസ് ചെയ്ത് മാത്രം അല്ല നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ നടത്തുന്നത്. നമുക്ക് എന്താണ് ന്യൂ പ്രോഡക്റ്റ്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കാം. സോ ഇപ്പോൾ ഈ ഒരു R&D മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് വർക്കിംഗ് ഓൺ ദി സ്പെസിഫിക് പ്രോജക്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എന്ത് R&D എന്ന് പറയുന്നത്. അടുത്തത് ജനറൽ മാനേജർ. അപ്പോൾ ജനറൽ മാനേജർ മാനേജ് എ കംപ്ലീറ്റ് യൂണിറ്റ് സച്ച് ആസ് എ കമ്പനി, a subsidiary or an independent operating division. They have basic familiarity with all functional area of the management rather than specialized in one area, and then usually responsible for overall functioning of organization. He or she is responsible for all the activities of that unit such as its production, marketing and finance. അപ്പോൾ എന്താണ് ജനറൽ മാനേജർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഓവറോൾ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, അവരുടെ എല്ലാ ഫങ്ഷനിങ്ങും ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേറ്റിംഗ് ഡിവിഷൻ, എന്തിൻ്റെങ്കിലുമൊക്കെ എന്താണ് ഓവറോൾ മാനേജേഴ്സ് ആയിരിക്കും അവർ ജനറൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ they have basic familiarity with all functional area of the management rather than specialized in one area and usually responsible for overall functioning. സോ എന്തായിരിക്കും അവർക്ക് ഏതെങ്കിലും ഒരു ബേസിക്, അതായത് ബേസിക്കലി ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ്
ഏരിയയിലുള്ള ഫെമിലിയറിറ്റി ആയിരിക്കില്ല. ബേസിക്കലി എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാകും, ഫെമിലിയറിറ്റി ഉണ്ടായിരിക്കും. ദെൻ ഓവറോൾ ഫങ്ഷനിങ് ആരുടെ കയ്യിലായിരിക്കും, ഈ ഒരു ജനറൽ മാനേജേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ദെൻ ദേ വർ ഓൾ റെസ്പോൺസിബിൾ ഫോർ ദി ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് യൂണിറ്റ്. ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് വർക്കിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലായിരിക്കും, ജനറൽ മാനേജേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ഇനി ഇതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ മാനേജേഴ്സിനെ ലൈൻ മാനേജർ ആൻഡ് സ്റ്റാഫ് മാനേജർ. അപ്പോൾ ലൈൻ മാനേജർ എന്താണെന്ന് നോക്കാം. ലൈൻ മാനേജർ ആർ റെസ്പോൺസിബിൾ ഫോർ മേജർ ആക്ടിവിറ്റീസ് ആൻഡ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഓർഗനൈസേഷൻ, പ്രോഡക്റ്റ് ഓർ സർവീസ്. ദ ലൈൻ മാനേജർ ഇൻക്ലൂഡ് പ്ലാൻ മാനേജർ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഹെഡ്സ്. ഓക്കെ. Then staff managers are responsible for providing specialized service in support of line manager. Example include vice president personnel, vice president finance. ഇപ്പോൾ ലൈൻ മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു യൂണിറ്റിൻ്റെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ മാനേജർ ആയിരിക്കാം. ദെൻ ഇവരാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. ദെൻ സ്റ്റാഫ് മാനേജർ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ഇൻ സപ്പോർട്ട് ഓഫ് ദി ലൈൻ മാനേജർ. അപ്പോൾ ഈ ഒരു ലൈൻ മാനേജറുടെ സപ്പോർട്ടോടുകൂടി സ്പെഷ്യലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരു സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് വൈസ് പ്രസിഡൻറ്റ് പേഴ്സണൽ ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഫിനാൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതായത് മാനേജറിയൽ കാറ്റഗറീസ് ആണ് നമ്മൾ നോക്കിയത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫങ്ഷണൽ മാനേജേഴ്സ് ആൻഡ് ജനറൽ മാനേജേഴ്സ്. ഫങ്ഷണൽ മാനേജേഴ്സിനകത്ത് 6 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഫിനാൻസ് മാനേജർ, ദെൻ പ്രൊഡക്ഷൻ, HR, R&D, ദെൻ ഓപ്പറേഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. ഇത്രയാണ് വരുന്നത്. ദെൻ ജനറൽ മാനേജറിനകത്ത് വരുമ്പോൾ ലൈൻ മാനേജർ ആൻഡ് സ്റ്റാഫ് മാനേജറാണ് വരുന്നത്. പിന്നെ അടുത്തത് ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അതെന്താണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മെൻ, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മണി വർക്കിംഗ് ഫോർ എ കോമൺ ഗോൾ. അപ്പോൾ ഒരു കോമൺ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എന്താണ് മെൻ, മെറ്റീരിയൽസ്, മണി. അതായത് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് എന്ത് മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് എന്തൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ബിൽഡിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് എഫക്റ്റീവ് മെഷീനറി ഫോർ അക്കംപ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബിൽഡിംഗ്. അപ്പോൾ എന്താണ് ഈ ഒരു എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന ബിൽഡിംഗ്, അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി എഫക്റ്റീവ് മെഷീനറി. ഈ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ ഒരു എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനറീസിനൊക്കെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെയാണ് എന്ത് ഒരു ഓർഗനൈസേഷൻ കൺസേൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി മേക്കിംഗ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓണേഴ്സ് who invest capital in and receive profit from an enterprise. It's a top level activity. It's a major decision for an enterprise as a whole. The administrator frames the organizational structure. Administrator delegates authority and responsibility. No organization is possible without the assistance of administration. So ഒരു ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ വർക്കിംഗ് ഫോർ എ കോമൺ ഗോൾ. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, ദെൻ പോളിസി മേക്കിംഗ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവുക? ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റ് വിഭാഗത്തിൽ. അപ്പോൾ എന്താണ് ഇത്? ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ കണ്ടു. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഇറ്റ്സ് എ ടോപ്പ് ലെവൽ ആക്ടിവിറ്റി. It takes the major decision of the enterprise as a whole. Then administrator frames the അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്ന ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. സോ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ അല്ല. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ക്യാരി ഔട്ട് ഓർ എക്സിക്യൂട്ട് ദി പോളിസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂസ് ഓർഗനൈസേഷൻ ഫോർ അച്ചീവിങ് goals set by the administrator. It is a middle level activity. It takes decision within the framework set by the administrator. അപ്പോൾ ഇവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. മറ്റൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് മിഡിൽ ലെവൽ ആക്ടിവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ദെൻ ഇവരെന്ത് ചെയ്യുക? ദേ എക്സിക്യൂട്ട് ദി പോളിസി ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂസ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ്? ഓർഗനൈസേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ പോളിസി എക്സിക്യൂട്ട് ചെയ്യലാണെന്ത്? മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ.
ഈ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുക, അതിന് ചെയ്യുക. മറ്റൊരു പ്ലാനിങ് ആണ് ഇവർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് മെയിൻറ്റെയിനിങ് എഫക്റ്റീവ് ദി ഫങ്ഷൻ മെഷീനറി. ഓക്കെ, അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് ആർ നറേറ്റഡ് ആണ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദെൻ എന്താണ് 3 ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ്? പേഴ്സണൽ, സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സോ ഇപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഈസ് expect to work for the achievement of the objectives of the particular organization in which it exists. ഈ ഒരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, they are expected to work for the achievement of the objective of a particular organization in which it exists. Then organizational objective include ഇനി organizational objectives എന്തൊക്കെയെന്ന് നോക്കാം. The reasonable profit so as to give a fair return to ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എന്ത് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ പ്ലാനിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ അവർക്കൊരു റിട്ടേൺ കൊടുക്കുക, അതാണ് എന്ത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ മാനേജ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ഇവരുടെ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഒരു റിട്ടേൺ. പിന്നെ നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് എ മാനേജ്മെൻ്റ് ആണ്. സോ അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. സോ ദ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് മാനേജേഴ്സ് ജോബ്സ് ഓർ ആക്ടിവിറ്റീസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാനേജറുടെ ജോബ്സ് അല്ലെങ്കിൽ മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് എ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാനേജറിയൽ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു മാനേജറിയൽ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ്, organizing, staffing, leading, controlling and coordinating are all carried out by all managers, but practices and methods must be adapted to particular task, enterprise and situation. The most commonly cited function of manager are discussed below. സോ ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, മാനേജറുടെ ആക്ടിവിറ്റീസ് ആണ് എന്ത് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ പ്ലാനിങ്, ഓക്കെ, അത് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്. ദെൻ ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിങ്, ലീഡിങ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. അപ്പോൾ 6 ഫങ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എല്ലാ മാനേജേഴ്സും എന്ത് ചെയ്യും, ഈ ഫങ്ഷൻസൊക്കെ എന്ത് ചെയ്യും, ക്യാരി ഔട്ട് ചെയ്യും. ദെൻ ഇതിൻ്റെ പ്രാക്ടീസ് അതുപോലെ തന്നെ മെത്തഡൊക്കെ എന്ത് ചെയ്യും, പെർട്ടിക്കുലർ ടാസ്ക് അതുപോലെ തന്നെ സിറ്റുവേഷൻ ആൻഡ് എൻ്റർപ്രൈസ് ഇതിനൊക്കെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഫസ്റ്റ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. പ്ലാൻ ഈസ് എ ഡിറ്റർമൈൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. സോ അപ്പോൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻസിനൊക്കെ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലല്ല മാനേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ അതിന് വേണ്ടുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ, സോ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഒരു പ്ലാനാണ്. സോ ഇപ്പോൾ നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ അപ്പോൾ അതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. സോ അപ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുക, പ്ലാൻ എന്ത് ചെയ്യാം, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. അതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആൻ ഇൻഡിവിജ്വൽ മേ prepare a plan for his journey or a tour for a family function. Similarly, a business unit may prepare a plan to achieve a particular objective is called business plan, which includes production plan, sales plan, so on. എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം. then അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ സർവീസ് എന്താണെന്നോ അത് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ സെയിൽസ് ചെയ്യണം. അപ്പോൾ നമുക്ക്
ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബിസിനസ് പ്ലാൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാനിനകത്ത് എന്തുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ പ്ലാനും സെയിൽസ് പ്ലാനും ഉണ്ടായിരിക്കും. ഓക്കെ, ദ പ്ലാനിങ് ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് പാസ്റ്റ് ഇവൻറ്റ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇവൻറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ പ്ലാനിങ് എങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, കുറേ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും ദെൻ നമുക്ക് ഫ്യൂച്ചർ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. സോ ഇപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പ്ലാൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് പ്രീ റിക്വസൈറ്റ് ഓഫ് ഓൾ അതർ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ പ്ലാനിങ് ആണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. ദ പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾ ആൻഡ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഗോൾസ്. അപ്പോൾ എന്താണ്, ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ്സ്. അതുപോലെ തന്നെ സോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ആൻഡ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഗോൾസ്. അപ്പോൾ ഈ ഒരു ഗോൾസ് നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ദ പ്ലാൻ ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഗോൾസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, മെത്തേഡ്സ്, ബഡ്ജറ്റ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ ഒരു പ്ലാനിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്ലാനിനകത്ത് ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്, ടു അച്ചീവ് അവർ ഗോൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ്, ഫസ്റ്റ് പ്ലാനിനകത്ത് എന്താണ്ട് ഗോള്, ദെൻ പോളിസീസ്, ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. ദെൻ പ്രൊസീജിയേഴ്സ്, അപ്പോൾ ആക്ഷൻ, നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പ്ലാൻസ്, ഡീറ്റെയിൽസ് ഓഫ് ആക്ഷൻ. Then rules is a plan that lay down required course of action with regard to a situation. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോഴ്സ് ഓഫ് ആക്ഷന് ലേ ഡൗൺ ചെയ്യുന്ന ഒരു പ്ലാനാണെന്ത്, ഈ ഒരു റൂൾസ് എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ്സ്, ദെൻ ബഡ്ജറ്റ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാം. അപ്പോൾ പിന്നെന്താണ്, നമ്മൾ ഗോൾ വേണമെന്ന് പറഞ്ഞു. പിന്നെന്താണ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്. ദെൻ നമ്മൾ സർട്ടൻ റൂൾസ് ഒക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓരോ ഫങ്ഷൻസും ചെയ്യാം. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടായിരിക്കണം. ദെൻ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താണ്, വി നീഡ് സം ഫിനാൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ബഡ്ജറ്റ്സ് ആവശ്യമുണ്ട്. പിന്നെ സ്ട്രാറ്റജീസ്. ഓക്കെ, ദെൻ പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയാണ് എന്ത്, പ്ലാനിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്ലാനിങ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനകത്ത് അതായത് റിസോഴ്സിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നമുക്ക് എന്താണ്, പ്ലാൻ ആവശ്യമാണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പ്ലാനിങ്. ദെൻ അടുത്തത്, ഇപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ നോ പ്ലാൻ എക്സിസ്റ്റ് അൺടിൽ എ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ്. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ഇവാലുവേഷൻ ആൻഡ് സിലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് ദി അവൈലബിൾ ഓൾട്ടർനേറ്റീവ്. സോ അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഈ ഒരു പ്ലാനിൻ്റെ ഇമ്പോർട്ടൻ്റ് മോസ്റ്റ് ഇൻറ്റഗ്രൽ പാർട്ടുമാണ്. സോ ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിന് നമ്മൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക. നമ്മൾ പ്ലാനിനെ കുറിച്ച്, അതായത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്ലാനിംഗ് ആണ് പറഞ്ഞത്. സോ ഇപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസൈഡ് ചെയ്യുക, അതായത് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യുക. അതൊക്കെയാണ് എന്ത് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു ബിസിനസ് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ പോലെ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ബിസിനസ് പ്ലാനിനകത്ത് എന്തുകൊണ്ടായിരിക്കും, പ്രൊഡക്ഷൻ പ്ലാൻ അതേപോലെ തന്നെ സെയിൽസ് പ്ലാനും ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇപ്പോൾ പ്ലാനാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ ഏതൊരു ഫംഗ്ഷൻ്റെയും പ്രീറിക്വസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിംഗ് ആണ്. സോ ദെൻ പ്ലാനിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾ ആൻഡ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഗോൾസ്. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾസ് ആൻഡ് പ്രിപ്പയർ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, നമ്മുടെ ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് ഓഫ് ആക്ഷനും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിനു വേണ്ടി, നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇതാണെന്ത്
പ്ലാൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇപ്പോൾ പ്ലാനിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഗോൾ ഉണ്ടാവണം, അതേപോലെ തന്നെ പോളിസീസ്, ദെൻ റൂൾസ്, ദെൻ പ്രൊസീജിയേഴ്സ്, ദെൻ സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ്. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുക പ്ലാനിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ വൈ ഷുഡ് വി ഇംപ്ലിമെൻ്റ് എ പ്ലാൻ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓർഗനൈസിങ്. ഇനി ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷനാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ദ പെർഫോമൻസ് ഓഫ് എനി ആക്ടിവിറ്റി റിക്വയർസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. അപ്പോൾ എന്താണ് ഏതൊരു ആക്ടിവിറ്റിയുടെ പെർഫോമൻസിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി 100 ടൺ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഡിഫൈൻ ചെയ്യുക, അതായത് ഗ്രൂപ്പ് ചെയ്ത് അസൈൻ ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ വർക്കിനകത്ത് എന്തുണ്ടായിരിക്കും പ്രൊഡക്ഷൻ വർക്കൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തൊക്കെ ഫണ്ട്സ് അറേഞ്ച്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പ്രൊക്യൂർ പീപ്പിൾ വിത്ത് റിക്വയർഡ് സ്കിൽസ് ആൻഡ് എന്ത് ചെയ്യുക ഈ ഒരു അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ പ്രൊക്യൂർ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുക ഒരു പീപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക പ്രൊഡക്ഷൻ, അതുപോലെ ഫിനാൻസിങ് ആൻഡ് പേഴ്സണൽ അല്ലെങ്കിൽ റിക്രൂട്ടിങ്, ദെൻ സെയിൽസ്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. അതായത് ഓരോ ഇത്രയും ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ഒരു പെർഫോമൻസ് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനുള്ള പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ വേരിയസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിനാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഓർഗനൈസിങ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ ആൻഡ് അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു പീപ്പിൾ ഇൻ ഗ്രൂപ്പ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുക വേരിയസ് പീപ്പിൾസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന് നമ്മൾ എന്ത് ചെയ്യുക അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. The process of organizing involves identifying groups of activities to be performed, defining delegating authority, casting responsibility, and establishing relation to enable people to work together effectively and accomplishing the organizational objective. ഈ ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ എന്ത് ചെയ്യാം അതിനകത്ത് വരുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ടു ബി. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ദെൻ ഡിഫൈൻ ആൻഡ് ഡെലിഗേറ്റ് ദി അതോറിറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക അതോറിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അതുപോലെ ഡെലിഗേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിനകത്ത് എന്ത് ചെയ്യും ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം അതിനകത്ത് ഡെലിഗേറ്റ്സ് ഉണ്ടാകും, അതോറിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദെൻ casting responsibility and establishing relation to enable people to work together effectively in accomplishing organizational objective. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അതായത് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുക, അതേപോലെ തന്നെ ടുഗദറായിട്ട് പീപ്പിളിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ റിലേഷൻഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക കാസ്റ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് എന്ത് ഓർഗനൈസേഷനകത്തുള്ള പ്രോസസ്സ്. അപ്പോൾ പ്രോസസ്സിനകത്ത് എന്തൊക്കെ വരുന്നത് ഓർഗനൈസിങ് പ്രോസസ്സിനകത്ത് വരുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദി ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്. അപ്പോൾ ആക്ടിവിറ്റീസ് നമ്മളെന്താ ഐഡൻറ്റിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ദെൻ ഡിഫൈൻ ചെയ്യുക, ഡെലിഗേറ്റിംഗ് അതോറിറ്റീനെ എന്ത് ചെയ്യുക റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ദെൻ കാസ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി കാസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രോസസ്സ് വരുന്നത്. ദ എൻഡ് റിസൾട്ട് ഓഫ് ഓർഗനൈസിങ് ഈസ് ഫ്രെയിം വർക്ക് ഓഫ് എ ഫോമൽ റിലേഷൻഷിപ്പ് എമംഗ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പൊസിഷൻസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു ഫോമൽ ഫ്രെയിം വർക്ക് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫോമൽ ഫ്രെയിം വർക്ക് ആയിരിക്കും എന്ത് ഈ ഒരു ഓർഗനൈസിങ്ങിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ദിസ് ഫ്രെയിം വർക്ക് ഓഫ് ഫോമൽ റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു ഫോമൽ ഫ്രെയിം വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്ന അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ട് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പീപ്പിൾ.
അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്സ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പീപ്പിൾ. അപ്പോൾ പീപ്പിൾ ആക്ടിവിറ്റീസിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ എന്താണ് വേരിയസ് പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് ഫോർ ഹ്യൂമൻ പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്ന ഉണ്ടാക്കുന്നത് നമ്മൾ ഹ്യൂമൻസ്, അതായത് അപ്പോൾ ഒരു ഹ്യൂമൻ പെർഫോമൻസിൻ്റെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷോസ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് between the various positions in organization by showing who reports to whom. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിനകത്ത് എന്താണ്? ഷോസ് ദി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് പൊസിഷൻ. അപ്പോൾ വേരിയസ് പൊസിഷൻസ് തമ്മിലുള്ള അതോറിറ്റി, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു സ്ട്രക്ചർ ഷോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് എന്ത് ഓർഗനൈസിങ്ങിനെ കുറിച്ച് പറയുള്ളത്. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനോ അല്ലെങ്കിൽ പീപ്പിൾസിനോ ഗ്രൂപ്പ്സിനോ നമ്മൾ അസൈൻ ചെയ്യുക ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻ ആൻ ആക്ടിവിറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നതാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഗനൈസിങ്ങിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എന്തിനാണ്? ഒരു ഹ്യൂമൻ പെർഫോമൻസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പൊസിഷൻസ് ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഈ ഒരു പ്രോപ്പർ ഫങ്ഷനിങ്ങിന് എന്താണ്? ചില ആളുകൾക്ക് എന്ത് ചെയ്യണം? അതോറിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, അവർ ഇൻ ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്ത് വെക്കണം. അതിനൊക്കെയാണ് എന്ത് ചെയ്യുക? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സ്റ്റാഫിംഗ്. ദ മാനേജറിയൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ് മാനേജിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് employees to fill the roles assigned to the employers or workforce. അപ്പോൾ ബേസിക്കലി സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളതിനകത്ത് സ്റ്റാഫ്സിനെ അസൈൻ ചെയ്യുക ഓരോ വർക്ക്സിന് വേണ്ടി, അല്ലെങ്കിൽ വർക്കേഴ്സിന് എടുക്കുന്നതാണ് ഇത് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സൊക്കെയാണ് വരുന്നത്. റിക്രൂട്ടിംഗ്, അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെഫിനേഷൻ പ്രകാരം നോക്കാം എന്താണ് ഫംഗ്ഷൻ. സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ. അപ്പോൾ എന്താണ്? പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ വഴി എന്ത് ചെയ്യുക? ഓർഗനൈസേഷനെ നമ്മൾ മാൻ ചെയ്യുക. ദെൻ അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംപ്ലോയീസ് ടു ഫിൽ ദി റോൾസ് അസൈൻഡ് ടു എംപ്ലോയീസ് ഓഫ് വർക്ക് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു വർക്ക് ഫോഴ്സിനെ അസൈൻ ചെയ്തിട്ടുള്ള റോൾസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്റ്റാഫ്സിന് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ അപ്രൈസ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫിംഗ് ടു എൻഷുവർ ദാറ്റ് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ റിക്രൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് പൊസിഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, സ്റ്റാഫിംഗ് നമുക്ക് വെറുതെ സ്റ്റാഫ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ റിക്രൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് പൊസിഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് പൊസിഷൻസിന് ആപ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ, അതായത് റൈറ്റ് പീപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ദ സ്റ്റാഫിംഗ് ഇൻക്ലൂഡ് മാൻ പവർ പ്ലാനിങ്, സയൻറ്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ഓഫ് പീപ്പിൾ, പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്നത്? എന്തൊക്കെ ഉണ്ടാവും? മാൻ പവർ പ്ലാനിങ്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് തന്നെ മാൻ പവർ പ്ലാൻ ചെയ്യണം. ഓക്കെ, ദെൻ സയൻറ്റിഫിക് സെലക്ഷൻ, പിന്നെ എന്താണ്? സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സെലക്ഷൻ. ദെൻ അടുത്തത് ട്രെയിനിങ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ എന്താണ്? ഈ നമ്മളെടുത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എന്താണ്? ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് സയൻസ് ആൻഡ് പ്രൊഫഷൻ. ദെൻ ആർട്ടാണ്, സയൻസാണ്, ഒരു പ്രൊഫഷനാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുക്കുന്ന സയൻറ്റിഫിക് രീതിയിൽ എടുക്കുന്നത് പറയുമ്പോൾ എന്തായിരിക്കും? സെറ്റ് ഓഫ് നോളജുള്ള ആളുകളേനായിരിക്കും നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നോളജ് ലേൺ ചെയ്തിട്ടുള്ള ആളുകളേനായിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അവർ വർക്ക് ചെയ്യാൻ എങ്ങനെയായിരിക്കും? അവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ട്രെയിൻ ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ എന്ത് ചെയ്യണം? പെർഫോമൻസിനനുസരിച്ച് അവർക്ക് അപ്രൈസലും കൊടുക്കണം. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഓർഗനൈസിംഗ് setting of internal structure of roles positions. In small companies, the top management generally perform this function. In medium and large enterprise, it is performed especially by human resource department of that concern. Okay.
അപ്പോൾ ഈ ഒരു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓർഗനൈസിങ്ങിനായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓഫ് റോൾസ് ആൻഡ് പൊസിഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ, റോൾസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും അതുപോലെ പൊസിഷനും സെറ്റപ്പ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാഫിങ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ ഇൻ സ്മോൾ കമ്പനീസിലൊക്കെ ആണെങ്കിൽ ആരായിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുക, ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുക. അപ്പോൾ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാരായിരിക്കും, HR ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്മോൾ കമ്പനീസിലാണെങ്കിൽ ആര് ചെയ്യും, മാനേജ്മെൻറ്റ് ചെയ്യും. ഓക്കെ, ടോപ്പ് മാനേജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ലാർജ് സ്കെയിലോ അല്ലെങ്കിൽ മീഡിയം സ്കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആര് ഇത് ചെയ്യും, HR ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലീഡിങ്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, ഇനി അവരെ ലീഡ് ചെയ്യണം. ലീഡർഷിപ്പ് ഈസ് ദ ക്വാളിറ്റി ഓഫ് മാനേജർ വേർ they inspire confidence and trust their subordinates and get maximum cooperation from them and guide their activities to achieve the goals of the organization. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാനേജറുടെ ക്വാളിറ്റിയാണ് വെറുതെ ഇൻസ്പയർ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദെയർ സബോർഡിനേറ്റ്. അപ്പോൾ എന്താണ്, അവരിൽ നിന്ന് മാക്സിമം കോപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ ആക്ടിവിറ്റിയിൽ ഗൈഡ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇത് ലീഡർഷിപ്പ്, ലീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ മാനേജർ, ഒരു മാനേജറുടെ ഒരു ക്വാളിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ സബോർഡിനേറ്റ്സിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, അതൊക്കെയാണ് എന്ത്, ഈ ഒരു മാനേജറുടെ ക്വാളിറ്റി ആയിരിക്കണം. ദെൻ ലീഡർഷിപ്പ് മീൻസ് ടു ഇൻസ്പയർ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ടു ദാറ്റ് മാക്സിമം കോപ്പറേഷൻ ഫ്രം എംപ്ലോയി. ഇറ്റ് ഈസ് എൻ knack of getting other people to follow and to do willingly things wanted them to do. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വർക്ക് ഡൺ ബൈ അതർ പീപ്പിൾ. ഒക്കെ എന്താണ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്തൊരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഈ ഒരു ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, ഗെറ്റിംഗ് അതർ പീപ്പിൾ ടു ഫോളോ ആൻഡ് ടു ഡു വില്ലിംഗ്ലി തിങ്സ് വാണ്ടഡ് ദം ടു ഡു. അപ്പോൾ അവർ ചെയ്യേണ്ടുന്ന ജോലി അവരെ കൊണ്ട് എന്ത് ചെയ്യുക, വില്ലിംഗ്ലി ചെയ്യിക്കുക. ബൈ എഫക്റ്റീവ്ലി ലീഡിംഗ് മാനേജർ ലുക്ക് ടു സെക്യൂർ ബെസ്റ്റ് ആൻഡ് വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഇവരതെന്തിനു ചെയ്യുന്നത്, ഈ ഒരു മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, അത് സെക്യൂർ ദ ബെസ്റ്റ് ആൻഡ് വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടു അച്ചീവ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് എന്ത് ചെയ്യാൻ വേണ്ടി, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ വില്ലിങ് അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലീഡിങ് ചെയ്യുന്നത്. ദ ലീഡിങ് എസെൻഷ്യലി ഇൻവോൾവ് ആക്ടിവിറ്റീസ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. ഇനി ലീഡിങ്ങിനകത്തുള്ള ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് എന്ത്, ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എ ഗുഡ് ലീഡേഴ്സ് മാനേജർ ഷുഡ് ഇൻഫ്ലുവൻസ്, ഇൻസ്പയർ, മോട്ടിവേറ്റ് ദെയർ സബോർഡിനേറ്റേഴ്സ് ദേ വർക്ക്. ഒരു ഗുഡ് ലീഡർ എന്ത് ചെയ്യണം, ഈ ഒരു മാനേജർ വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻസ്പയർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം അവരുടെ സബോർഡിനേറ്റിനെ ദേ വർക്ക്. Manager should also establish an encouraging work environment that keeps the individual and group's morale up. Then the effectiveness of leadership usually depend on managers' own personal trait and also situation involved. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രൂപ്പ്സിൻ്റെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ മൊറൈൽ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ. ദെൻ ഈ ഒരു ലീഡർഷിപ്പിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും, മാനേജറിൻ്റെ ഒരു പേഴ്സണൽ ട്രൈറ്റിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മാനേജറുടെ പേഴ്സണൽ ട്രൈറ്റിന് ഇൻവോൾവ് ആയിരിക്കുന്നത് ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കൺട്രോളിംഗ്. വിത്തിൻ ഓർഗനൈസേഷൻസ് കൺട്രോളിംഗ് ക്യാൻ ബി വ്യൂഡ് ആസ് പ്രോസസ് ത്രൂ വിച്ച് മാനേജേഴ്സ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റ്സ് സോ ദേ ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ പിന്നെ ഓർഗനൈസേഷനിനകത്ത് നമുക്ക് ഇപ്പോൾ മെഷീൻസിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, അതിനൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് അത് ഫംഗ്ഷൻ ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ വർക്കേഴ്സിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ കൺട്രോളിങ് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ദ മാനേജർ റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റ് സോ ദേ ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസിനോട് അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽസിൻ്റെ അതുപോലെ തന്നെ യൂണിറ്റ്സിൻ്റെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക, മാനേജേഴ്സ് റെഗുലേറ്റ് ചെയ്യുക. ദെൻ കൺട്രോളിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ എന്താണ്, ഇറ്റ്സ് പ്രോസസ്സ്, അതായത്
ഇപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മെഷറിങ് ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ. ഇപ്പോൾ പെർഫോമൻസ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇപ്പോൾ ഇതാണ് എന്ത് കൺട്രോളിങ്ങിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൺട്രോളിംഗ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് മെഷർ ദ പ്രോഗ്രസ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് തിങ്സ് ആർ പ്രൊസീഡിങ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ ആസ് പ്ലാൻഡ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എന്താണ് വെച്ചാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ആൻഡ്, അതായത് വർക്കേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ഒരു ഓർഗനൈസേഷൻ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഇങ്ങനെ അത് കറക്റ്റ് റൈറ്റ് പാത്തിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മെഷർ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ടുള്ള ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഓപ്പറേഷൻസൊക്കെ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യുക. Then controlling is an important function because it helps to check errors and to take corrective action so that deviation from standard are minimized and stated goals of the organization are achieved in a desired manner. Controlling ensure that order are not misunderstood and rules not violated. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് ഇറേഴ്സ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറർ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ്, അതായത് ഡീവിയേഷൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാം. സോ ദ സ്റ്റേറ്റഡ് ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ അച്ചീവ്ഡ് ഇൻ എ ഡിസൈഡ് മാനർ. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെ ഡിസൈഡ് ഗോൾസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസൈഡ് മാനറിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൺട്രോളിങ് എൻഷുർ ഓർഡേഴ്സ് ആർ നോട്ട് മിസ്അണ്ടർസ്റ്റുഡ്. അപ്പോൾ എന്ത് ചെയ്യാം, കൺട്രോളിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നില്ല എന്നും എൻഷുർ ചെയ്യുന്നുണ്ട്. അതിനടുത്തത് കോർഡിനേറ്റിംഗ്. ദ കോർഡിനേഷൻ മീൻസ് ടു ഇൻറ്റഗ്രേറ്റ്, ബ്രിങ് ടുഗദർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലാ ആക്ടിവിറ്റീസിനും, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബ്രിങ് ടുഗദർ all activities of the organization. It is done for achieving goals of the organization. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇൻ ഓർഗനൈസേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ റോ മെറ്റീരിയൽ ഫോർ പ്രൊഡക്ഷൻ, ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊക്യൂർ, ഓർഡർ ആൻഡ് സെൽ ദ പ്രോഡക്റ്റ്. All these departments must function in an integrated manner so that the organizational goal is duly achieved. Thus, coordination involves synchronization of different activities and efforts of various units. അപ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസിങ്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അത് സെല്ല് ചെയ്യും. then അവരെന്ത് ചെയ്യും, ഓർഡർ എടുക്കുക, അതുപോലെ തന്നെ സെല്ല് ചെയ്യുക. അതൊക്കെയാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് സോ ദാറ്റ് ഓർഗനൈസേഷണൽ ഗോൾ ഈസ് ഡ്യൂലി അച്ചീവ്ഡ്. അപ്പോൾ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ കോർഡിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ദ കോർഡിനേഷൻ ഇൻവോൾവ്സ് സിങ്ക്രണൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് വേരിയസ് യൂണിറ്റ്സ്. അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എഫേർട്സ്, അത് വേരിയസ് യൂണിറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് എഫേർട്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. കോർഡിനേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രോസസ് ഓഫ് ഹാർമണൈസിങ് ദ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ എന്ത് ചെയ്യാം, അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യാം, ഹാർമണൈസ് ചെയ്യുക. ഇതാണ് എന്ത് ചെയ്യുന്നിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോർഡിനേറ്റിംഗ് also involve harmonizing the individual goals of subordinates with the goal of organization, regulate their activities and regulate their communications. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹ്യൂമൻ, അതായത് പീപ്പിളുടെ ഗോൾ ആയിരിക്കില്ല ഓർഗനൈസേഷൻ്റെ ഗോൾ. അതേപോലെ തന്നെ സൊസൈറ്റിയുടെ ഗോൾസ് വേറെ ആയിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഒക്കെ ആയിട്ട്. സോ ഇപ്പോൾ കോർഡിനേഷൻ എന്തും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഹാർമണൈസിങ് ദി ഗോൾസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദി ഓർഗനൈസേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവരുടെ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ ഈസ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബിക്കോസ് കോർഡിനേഷൻ എഫക്ട് ഓൾ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇൻ അതർ വേർഡ്സ്, കോർഡിനേഷൻ എഫക്ട്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, സോ ഇപ്പോൾ കോർഡിനേറ്റിംഗ് എന്താണ്, is the essence of the management.
സോ ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ എഫക്റ്റ് ഓൾ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫംഗ്ഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ എഫക്റ്റ്, കോർഡിനേഷൻ എന്തിനൊക്കെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ. അപ്പോൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിനകത്ത് വരുന്നത് 6 ഫങ്ഷൻസ് ആണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ലീഡിങ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.